ഇനി വെറും 6 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. പ്രചാരണ പരിപാടികളുമായി പാർട്ടികളും മത്സരാർത്ഥികളും തിരക്കിലാണ്. എന്നാൽ പാർട്ടി മാറ്റങ്ങളും സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വവും അടങ്ങുന്ന നാടകീയ രംഗങ്ങളും കഴിഞ്ഞ് വീണ്ടും വിവാദത്തിലേക്കാണ് LDF നീങ്ങുന്നത്. അത്തരത്തിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ പരാമർശമാണ്. 4 വോട്ട് കിട്ടാൻ എന്തും ചെയ്യുന്നവരാണ് LDF സർക്കാർ എന്നാണ് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അനൗൺസ്മെന്റ് വിവാദത്തിൽ ശിഹാബ് തങ്ങൾ സ്ഥലത്തെ നിലവിലെ ഡെപ്യൂട്ടി കളക്ടർക്ക് പരാതി നൽകവെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. എന്നാൽ ഇതിനു മുൻപും LDF സർക്കാർ ഇതേപോലെ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. 4 വോട്ട് കിട്ടാൻ എന്തും ചെയ്യുമെന്ന് ഇതിനു മുമ്പ് നേതാവായ ഷിബു ബേബി ജോൺ പറഞ്ഞിരുന്നു. ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ UDFന് പൊതുവെ ഇടതുപക്ഷത്തോടുള്ള മനോഭാവം എന്താണെന്ന് മനസ്സിലാവും. ഇനി ഡീൽ വിവാദത്തിലേക്ക് ഒന്ന് നോക്കിയാൽ ഇവിടെ പല പാർട്ടികളും പലരെയും കൂട്ടിച്ചേർത്ത് പറയുന്നതും കാണാൻ വളരെ രസകരമായിരുന്നു. എന്നാൽ ഡീലിന്റെ കാര്യത്തിൽ ഏറ്റവും അവസാനം വന്ന പരാമർശം കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടേതാണ്. പ്രിയങ്ക ഗാന്ധിയുടെ അഭിപ്രായത്തിൽ BJPയും LDFും തമ്മിലാണ് ഡീൽ. BJP സർക്കാരിന് എതിരാണ് LDF എന്ന് പറയുമ്പോൾ ചിരി വരുമെന്നും പ്രിയങ്ക പറഞ്ഞിരുന്നു. ഇനി യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ അതും വോട്ടിന് വേണ്ടി ആവില്ലേ എന്നതാണ് മറ്റൊരു ചോദ്യം. ഇതിനു മുൻപും LDF വോട്ടിനു വേണ്ടി എന്തും ചെയ്യുമെന്നുള്ള രീതിയിൽ എതിർ പാർട്ടികൾ പറഞ്ഞിരുന്നു. എന്നാൽ ഒരു വിഭാഗത്തിന്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞ കോൺഗ്രസിനെയും നമ്മൾ വിസ്മരിക്കേണ്ടതും അനിവാര്യമാണ്. പാർട്ടി നോക്കിയിട്ടല്ല വോട്ട് നേടേണ്ടതെന്നാണ് സംഭവത്തിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. അതിനർത്ഥം LDFന് എല്ലാ വോട്ടുകളും വേണമെന്നതും അതേസമയം UDFന് എല്ലാവരുടെയും വോട്ടുകൾ വേണ്ട എന്നതുമല്ലേ? എന്ത് തന്നെ ആയാലും LDFനെതിരായ വിമർശനങ്ങൾ മാത്രം ഇപ്പോഴും അണയാതെ നിലനിൽക്കുകയാണ്. ഇനി കോഴിക്കോട്ടേക്ക് തന്നെ തിരിച്ചു വരാം. കോഴിക്കോട് വടകരയിൽ 2024 തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചതും CPMന് വലിയ തിരിച്ചടി തന്നെയായിരുന്നു. ഒരു യൂത്ത് ലീഗിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പ്രവർത്തകനായ മുഹമ്മദ് കാസിം പോസ്റ്റ് ചെയ്ത ഒരു സന്ദേശം എന്ന പേരിൽ ചില വ്യാജ സ്ക്രീൻഷോട്ടുകൾ പ്രചരിച്ചു. എന്നാൽ ഈ സ്ക്രീൻഷോട്ടുകൾ കാസിം പ്രചരിപ്പിച്ചതല്ല എന്നത് പ്രാഥമിക പരിശോധനയിൽ തന്നെ തെളിഞ്ഞിരുന്നു. കൂടാതെ ഇതിനെ തുടർന്ന് വലിയ വിമർശനങ്ങൾ CPMന് ഇതിന്റെ പേരിൽ നേരിടേണ്ടതായും വന്നിരുന്നു. ഇപ്പോൾ പേരാമ്പ്രയിൽ UDF സ്ഥാനാർത്ഥി തഹ്ലിയ ഈ സ്ക്രീൻഷോട്ട് വിവാദവും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അനൗൺസ്മെന്റ് വിവാദത്തെ സമീപിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ജനങ്ങളിൽ വീണ്ടും സ്ക്രീൻഷോട്ട് വിവാദം ഓർമ്മപ്പെടുത്തിയിരിക്കുമെന്നതിൽ സംശയമില്ല. ഒപ്പം തന്നെ ഇത് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും ചലനങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയേറെയാണ്. പ്രത്യേകിച്ചും ഈ സംഭവത്തിൽ TP രാമകൃഷ്ണനെതിരെ നടപടി ഉണ്ടായ സാഹചര്യത്തിൽ ഇത് UDFന് ഒരു തുറുപ്പുചീട്ടായിരിക്കും എന്നതിലും സംശയം വേണ്ട. ഇങ്ങനെയൊക്കെ ആയാലും വരുന്ന 9-ന് ജനങ്ങൾ വോട്ടിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഇനി വിവാദങ്ങളും പരിഹാസങ്ങളും വഴിമാറും. ജനങ്ങൾ വിധി എഴുതും. ആര് തുടരണം ആര് വരണം എന്ന തീരുമാനവും ഇനി ജനങ്ങളുടെ കയ്യിലായിരിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. തിരഞ്ഞെടുപ്പ് വിധി എന്തു തന്നെ ആയാലും ഇനി അത് കാത്തിരുന്ന് കാണാം.